Hi guys, welcome back to my YouTube channel. So ഒത്തിരി നാൾക്ക് ശേഷം I am back with a haul. Long videos ഞാൻ ഇടുന്നത് ഭയങ്കര കുറവാണ്. പക്ഷേ ടുഡേ ഇന്ന് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് നൈക്കയിൽ വാലന്റൈൻസ് ഡേയുടെ പിങ്ക് ഫ്രൈഡേ സെയിൽ നടന്നു. സോ I am back with a haul and this is my friend who doesn't know anything about makeup അല്ലെങ്കിൽ സ്കിൻ പ്രൊഡക്ട്സിനെ പറ്റി ഒരു ധാരണയും ഇല്ലാത്ത ഒരാളെ കൂട്ടിയാണ് ഞാൻ എൻ്റെ ഹോളിൽ ഇരുത്തിയേക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് അൺബോക്സ് സോറി. അപ്പോൾ ഇതൊരു പെട്ടി എനിക്ക് ഇച്ചിരി ആക്രാന്തം മൂത്തിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഒരു പെട്ടി ഞാൻ പൊട്ടിച്ചു, പക്ഷെ അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എനിക്കറിയാം. എന്നാൽ പോലും ആ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഒരെണ്ണം പൊട്ടിച്ച് ബാക്കി ഇനി പൊട്ടിക്കണം. അപ്പോൾ ലെറ്റ്സ് മേക്ക് ഹർ ഗെസ്. ഓക്കെ, യാ. അപ്പോൾ ഇത് ആദ്യത്തെ പെട്ടിയാണ്. ലെറ്റ്സ് സീ ഹൗ ഷീൽ ഗെസ്. എനിക്ക് സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാം, എന്നാലും അത്ര മോശമൊന്നും ആയിരിക്കില്ല ഗെസ് ചെയ്യാൻ. പക്ഷെ ബ്രാൻഡ്സിനെ പറ്റിയുള്ള വലിയ ധാരണയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഷീ സോ സൈലന്റ്. പക്ഷെ ഇങ്ങനൊന്നും അല്ല. ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ഹോൾ വീഡിയോയ്ക്ക് ഇത്രയും ഡ്രസ്ഡപ്പ് ആയിട്ട് ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ അല്ല, ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് അതേപോലെ ഇരുന്ന് പൊട്ടിക്കുകയാണ്. ഓക്കെ, വായിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താണ് ഇത് ഞാൻ അറിഞ്ഞു ഓർഡർ പറഞ്ഞോ. കൊളാജൻ. യെസ്, ദിസ് ഇസ് വൺ ഓഫ് ഒസീവയുടെ കൊളാജൻ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്ന സാധനം. ഇല്ല, പൊട്ടിക്കണത്. അപ്പോൾ ഒസീവയുടെ കൊളാജനാണ്. അത് മാത്രമാണ് ഒരു ബോക്സിൽ. വിച്ച് ഇസ് ഐ ഡോണ്ട് നോ, ഐ വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. ചാലഞ്ചും ഒക്കെ 30 ഡേയ്സിൽ ചാലഞ്ച് ഞാൻ കുടിച്ചിട്ട് എൻ്റെ സ്കിൻ ഇഷ്യൂസ് ഒക്കെ മാറുമോ എന്ന് നമുക്ക് നോക്കാം. ആൻഡ് നമുക്കിനി അടുത്തത് പൊട്ടിക്കാം. കമാ എന്നാ പൊട്ടിച്ചു. അവിടെ കാണിക്ക്. ഓ, ഇത് ലക്ഷറി ബോക്സിലാണ് വന്നേക്കുന്നത്. സാധാരണ അത്രയും ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല ഞാൻ വാങ്ങിച്ചത്. ഇതൊന്ന് എന്താ മേഘത്? ഗമ്മീസ്. യെസ്, ഇത് ബി ബോഡി വൈസിൻ്റെ ഹെയർ ഹെൽത്ത് ഗമ്മീസ് ആണ്. ഇതും ഐ എം ഗിവിങ് ഫസ്റ്റ് ട്രൈ. എനിക്കറിയില്ല, കഴിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് യെസ്, ഇത് ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഈയിടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട മിനിമലിസ്റ്റിൻ്റെ പ്യൂരിഫയിങ് സ്കിൻ സ്പ്രേ. അതെന്താണെന്ന് പോലും അറിയാത്ത ഒരാളുടെ കൂടെ ഇരിക്കുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതും ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഐ എം ഓർഡറിങ് ഇറ്റ്. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി റിവ്യൂ ഒന്നും പറയാൻ അറിയില്ല. ഇതെന്തുവാ? ഓക്കെ, ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഞാൻ തന്നെ ഹെയർ ഗ്രോത്ത് സിറം. അതും ബി ബോഡി വൈസിൻ്റെ തന്നെ ഹെയറിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു 2 എണ്ണം. പിന്നെ ഒന്ന് സ്പ്രേ ടോണർ പോലെ. And the last one is this. പെട്ടി. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പൊട്ടിച്ച പെട്ടി. ഇത് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ. ഓക്കെ, ഇനിയിപ്പോൾ അവളെടുത്ത് അവൾ ഗെസ് ചെയ്യട്ടെ. ഓക്കെ, എൻ്റെ പേര് പോലും എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിഞ്ഞൂടെ ഗൈസ്. യെസ്, ഓക്കെ, അതിൻ്റെ പേര് നംബൂസിൻ്റെ ബ്രൈറ്റനിങ് ടോണർ, വിറ്റാമിൻ ബൂസ്റ്റിംഗ് എസെൻഷ്യൽ ടോണർ. നംബൂസൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കൊറിയൻ ബ്രാൻഡ്. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് നൈക്കയിൽ അവൈലബിൾ ആയിട്ട് വന്ന ഒരു കൊറിയൻ ബ്രാൻഡാണ്. എനിക്കൊന്ന് ഞാൻ ഒത്തിരി നാൾ നോക്കി ഇരുന്നിട്ട് വേറെ സൈറ്റ്സിലൊക്കെ അത്രയും ട്രസ്റ്റഡ് സൈറ്റ്സ് ആണോ എന്ന് പോലും എനിക്കറിഞ്ഞൂടെ. അങ്ങനെ നൈക്കയിൽ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ഒരു ബ്രാൻഡാണ് നംബൂസൻ. ഇതിൻ്റെ ഒരു ടോണർ പാഡും കൂടിയാണ്, പക്ഷെ അത് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. അതും നൈസാണ്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ്. വിച്ച് ഇസ് ഐ എം ഗോണ ഗിവ് എ ട്രൈ. നെക്സ്റ്റ് കമോൺ. ഇതെന്താ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞായിരുന്നു? ഇത് ടോണർ. ഓക്കെ, ദിസ് ഇസ് ടോണർ. ഓക്കെ, ദിസ് ഇസ് ബ്രോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫേസ് ഗുഡ് ബൈ ഹെയർ
ഇതും ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിച്ച ആൻഡ് വെരി യൂസർ ഫ്രണ്ട്ലി ആൻഡ് ലെസ് പെയിൻ. ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ട് പോലും ഇല്ലാത്ത സാധനങ്ങളാണ്. അതിനെപ്പറ്റി ഹോള് ഇടുക എന്നുള്ളത് ഐ ഡോണ്ട് നോ. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. എല്ലാം ഇതിൽ വരുന്ന മിക്ക സാധനങ്ങളും ഞാൻ ഉപയോഗിക്കാത്തതാണ്, പക്ഷെ എല്ലാം ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. യാ എൻ്റെ റിവ്യൂ. നെക്സ്റ്റ് എടുത്തോ. Okay, next is ടോണറാണ്. Yes. Okay, it is also another Korean brand ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആക്സിസ്വൈ എന്ന് പറയും. ഇതിൻ്റെയും ഒരു ഗ്ലോ സെറം ഭയങ്കര വൈറലായിരുന്നു. ആക്സിസ്വൈ ഗ്ലോ സെറം. അതിൻ്റെ ടോണറാണ്. എനിക്കൊന്ന് ഇതും റീസെൻ്റ്ലി അവർ ലോഞ്ച് ചെയ്തതാണെന്ന് തോന്നുന്നു. അവരുടെ നൈക്കയിൽ നേരത്തെ ഇല്ലായിരുന്നു. ഞാൻ വേറെ സൈറ്റിൽ നിന്നാണ് ആദ്യമായിട്ട് എൻ്റെ സെറം വാങ്ങിക്കുന്നത്. ഇതിൻ്റെ സെറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ടോണർ ഇസ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. സോ ദാറ്റ്സ് ആക്സിസ്വൈസ് ടോണർ. നെക്സ്റ്റ് ഇനി കുറച്ച് ഒരുമിച്ചുള്ള പ്രൊഡക്റ്റ് കാണിക്കാം. ഇത് നീ രണ്ടെണ്ണം തിരിച്ചു പിടിച്ചു. ഇതെല്ലാം കൊസാറക്സ് അല്ലേ? Okay, this is one of my favorite brands because ഞാൻ ഒരുപാട് പേര് റിവ്യൂ കണ്ടിട്ട് മാത്രമല്ല എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും കൂടി ഞാൻ പറയുന്ന ഒരു ബ്രാൻഡാണ് കൊസാറക്സ്. ഒത്തിരി പേര് ഞാൻ പറയുന്ന കണ്ടിട്ടുണ്ട്. ചിലർക്ക് മുഖക്കുരു ഉള്ള ഫേസിലിടുമ്പോൾ കുരു വരുന്നതായിട്ട് പറയുന്നുണ്ട്. എൻ്റെ നല്ല ആക്നെ പ്രോൺ സ്കിന്നാണ്. പക്ഷേ ഇഫ് ഇറ്റ് വർക്ക്സ് ഓൺ യുവർ സ്കിൻ ഐ വിൽ സേ ദിസ് ഇസ് വൺ ഇസ് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ്. അത്രയും അടിപൊളിയാണ്. സ്കിന്നിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് കൊറിയൻ പ്രോഡക്ട്സ് ഐ ഹാവ് എവർ യൂസ്ഡ്. ബിക്കോസ് ഞാൻ ഒരു ടബ് തീർത്തിട്ടാണ് പിന്നെ ഇവരുടെ റീസെൻ്റ്ലി ലോഞ്ച്ഡ് ആയിട്ടുള്ള, റീസെൻ്റ്ലി അല്ല കുറേ നാളായി എനിക്ക് ട്രൈ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ച ഒരു 4 പ്രോഡക്ട്സ് ആണ്. ഇവരുടെ സ്നെയിൽ മ്യൂസിനാവട്ടെ വേറൊരു 96 അങ്ങനെ ഒരു ടബിൽ വരുന്ന ഒരെണ്ണമുണ്ട്. അത് ഒരു ബോട്ടിൽ രണ്ടും ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ഞാൻ റീ ഓർഡർ ചെയ്തിട്ട് പിന്നെ അവരുടെ വേറെ സെപ്പറേറ്റ് പ്രൊഡക്ട്സ് വാങ്ങിച്ച് നോക്കുന്നതാണ് ഈ കൊസാറക്സിൻ്റെ ബ്രാൻഡ്. ദിസ് ഈസ് വൺ ഓഫ് മൈ ഗോ ടു ആൻഡ് വൺ ഓഫ് മൈ മോസ്റ്റ്. ഇനി എത്ര ഇത് പോയാലും ബക്കറ്റ് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ എപ്പോഴും ഞാൻ വാങ്ങിക്കുന്ന ഒരു സാധനമായിരിക്കും കൊസാറക്സ്. ഇത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന്, ദിസ് ഈസ് വൺ ഓഫ് ദെയർ ടോണേഴ്സ്. ദിസ് ഈസ് എ സെറം. ദിസ് ഈസ് ഡ്യുവൽ എസെൻസ്, റേഡിയൻസ് ഡ്യുവൽ എസെൻസ് ആണ് ഇത്. ആൻഡ് ദാറ്റ് വൺ ഈസ് ഓൾസോ ബ്ലാക്ക് ഹെഡ് പവർ ലിക്വിഡ്. ദിസ് ഈസ് ഓൾസോ എ സെറം. എനിക്കിത് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ്. പക്ഷെ അതർ ദാൻ ദാറ്റ് ദർ ആർ 2 പ്രോഡക്ട്സ് വിച്ച് ഈസ് റൈറ്റ് നൗ ഐ എം ഹാവിങ് ഇസ് സോ അമേസിങ്. അത് സ്കിന്നിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ അത് തരുന്ന ഒരു ഗ്ലോ അല്ലെങ്കിൽ അത് തരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് കാണ്ട് ഈവൻ ഇമാജിൻ. അത്ര അടിപൊളി സാധനമാണ് കൊസാറക്സ് ഇഫ് ഇറ്റ് വർക്ക്സ് ഓൺ യുവർ സ്കിൻ. എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്, എൻ്റെ ഫേസിൽ വർക്ക് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഇത് എനിക്ക് ഉപയോഗിക്കണം, അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചാണ്. അല്ലാതെ ഇവരുടെ സ്നെയിൽ മ്യൂസിനും സ്നെയിൽ 96 എന്നാണ് തോന്നുന്നു അതിൻ്റെ പേര്. അത് രണ്ടും അടിപൊളി സാധനങ്ങൾ. അപ്പം ലെറ്റ്സ് സീ. ഇനി ഈ ഇതെനിക്കൊന്ന് കൊസാറക്സ് ഇതെനിക്ക് ഫ്രീ കിട്ടിയത് കേട്ടോ അതിൻ്റെ കൂടെ. ഇതും ആക്സിസ്വൈയുടെ ഗ്ലോ സെറമാണ്. ഇത് ഞാൻ റീപർച്ചേസ് ചെയ്ത പ്രോഡക്റ്റാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഈ സെറം ഞാൻ വാങ്ങിച്ചതായിട്ട് ഞാൻ മറന്നുപോയി. ഞാൻ ഓർഡർ ചെയ്തില്ലായിരുന്നു. പക്ഷേ ആക്സിസ്വൈയുടെ ടോണറിൻ്റെ കൂടെ ഇത് ഞാൻ വാങ്ങിച്ചായിരുന്നു. എൻ്റെ മറ്റേ ടബ് തീർന്നിട്ട് ഞാൻ പുതിയത് വാങ്ങിച്ചു. ഇത് ഞാൻ യൂസ് ചെയ്ത് ഒരു 4 വീക്സിനത് നയാസിനമൈഡുണ്ട്. ഒരു 2 to 3-4 വീക്സിനുള്ളിൽ ഇങ്ങനെ സ്റ്റബേൺ ആയിട്ടുള്ള ആക്നെ മാർക്സ് ഒന്നും മാറില്ല. പക്ഷെ ഒരു നോർമലായിട്ടുള്ള ആക്നെ മാർക്സ് ഒക്കെ മാറാൻ ഇത് യൂസ്ഫുള്ളാണ്. പിന്നെ ഓക്കെ, ദിസ് ഈസ് ഓൾസോ മൈ വെരി ഫസ്റ്റ് ട്രൈ. ഇത് ടെറിട്ടറിൻ്റെ ടോണറാണ്. എനിക്ക് അറിഞ്ഞൂടെ ഈ തവണ ഞാൻ ഒത്തിരി ടോണേഴ്സാണ് വാങ്ങിച്ചത്. എനിക്കത് സെറം ഒത്തിരി ഉള്ളത് കൊണ്ട് ഓക്കെ. നമ്മൾ ഇത് ഐ തിങ്ക് വൺ ഓഫ് ദ മോസ്റ്റ് വൈറൽ ബ്രാൻഡ് അല്ലേ റീസെന്റ്. അവക്കറിയാമെന്ന് പറയുമ്പോഴേ അറിയാം. ടെറിട്ടറിന്റെ വൈറലാ. ഇതിന്റെ ഫൗണ്ടേഷൻ ആണെന്ന് തോന്നുന്നു വൈറലായത്. ഇതിന്റെ ടോണർ മിൽക്ക് സ്കിൻ ലൈറ്റ് ടോണർ
ദിസ് ഇസ് ഫോർ ആക്നെ സ്കിൻ. ഇതൊക്കെ 2 ടൈപ്പ് ഓഫ് ടോണേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ റീഡ് ചെയ്തതിൽ ഇത് ആക്നേക്ക് വേണ്ടിയുള്ള ടോണർ ആണ്. ലൈറ്റ് എന്ന വേർഷൻ ആണ് കുറച്ചും കൂടി ആക്നേക്കുള്ള ടോണർ എന്നുള്ള രീതിയിലാണ് എനിക്ക് വായിച്ച്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഇതും എൻ്റെ ഷോർട്സിൽ ഇതിൻ്റെ റിവ്യൂ ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. നെക്സ്റ്റ് ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എനിക്ക് പറയേണ്ട കാര്യമില്ല. ദിസ് ഇസ് കെമിസ്റ്റ് അറ്റ് പ്ലേ ബോഡി വാഷ്. ഇത് ലൈക്ക് ലിറ്ററലി ടാൻ റിമൂവിങ് ബോഡി വാഷ് ആണെന്നുള്ളൊരു ഭയങ്കര പറച്ചിലുണ്ട്. ഇതും ഐ ഹാവ് നോട്ട് യൂസ്ഡ് ബിക്കോസ് ഇതും ലോഡ് ഓഫ് റിവ്യൂസ്. എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള ഒരു അനുഭവം ഇല്ല. പക്ഷേ ഐ എം ഗോണ ഗിവ് ഇറ്റ് എ ട്രൈ ഫോർ ദാറ്റ് ഓൾസോ. പിന്നെ sunscreen. I think there's 2 sunscreen. Foxtailum. One is Dot & Key. Dot & Key is one of my favorite sunscreen. അതിൻ്റെ പുതിയ അവർ ലോഞ്ച് ചെയ്തതാണ് മാംഗോ ഡീറ്റാൻ. ഇത് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചത്. അല്ലാതെ ഡോട്ട് ആൻഡ് കീയുടെ എല്ലാ സൺസ്ക്രീൻസ്, ഐ മീൻ വാട്ട് എവർ കളേഴ്സ് ദേ ഹാവ്, അത് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇതിപ്പോൾ അവർ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തതാണ്. അത് വാങ്ങി. ഇത് ചിലവരുടെ റെക്കമെൻഡേഷനിൽ ഞാൻ വാങ്ങിയ സാധനമാണ്. റിയലി അവള് ഉപയോഗിച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവള് പറഞ്ഞു. ഷീ ഈസ് ദ വൺ ഹു റെക്കമെൻഡഡ് ടു മീ. പക്ഷെ എന്നിട്ട് ഷീ സൈഡ് ഇത് കൊള്ളില്ല. എനിക്കറിയത്തില്ല, അത്ര നല്ലതായിട്ട് തോന്നി. ഇതിപ്പോ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് എങ്ങനെ തോന്നുന്നു, ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് ഓരോ സാധനം. ഇപ്പൊ ഞാൻ കൊസാറക്സ് നല്ലതാന്ന് പറഞ്ഞതുകൊണ്ട് നാളെ വേറൊരാൾ ഇത് ഉപയോഗിക്കുമ്പോൾ അത് അവർക്ക് വർക്ക് ചെയ്യണമെന്നില്ല. എൻ്റെ സ്കിന്നിന് അത് വർക്ക് ചെയ്യുമെന്ന് വെച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിന് അത് വർക്ക് ചെയ്യണം എന്നില്ല. അതുകൊണ്ട് അവൾക്കത് ഇഷ്ടപ്പെട്ടില്ലാത്തത് കൊണ്ട് എനിക്കത് ഇഷ്ടപ്പെടണം എന്നും ഇല്ല. അതിൻ്റെ റിവ്യൂ അലീന പറയുന്നുണ്ട്. ഇത് ഫുൾ റിവ്യൂ ആണ്. എന്ത് പാടി? ഓ, ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. ആകെ റെക്കമെൻഡ് ചെയ്ത യെസ്, ഷീ ഈസ് ദ വൺ ഹു റെക്കമെൻഡഡ് മീ ദിസ്. ഒരു തവണ ദ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്, വൺ ഡേ ഐ കോൾഡ് ഹെർ. അപ്പം ഷീ വാസ് ഡൂയിങ് ഹെർ സ്കിൻ കെയർ. അപ്പം ഹെർ സ്കിൻ വാസ് ഗ്ലോയിങ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം? അപ്പം ഷീ ടോൾഡ് ദിസ് സെറം ഇസ് ദ റീസൺ. അപ്പോഴേ ഞാൻ കൊണ്ടുപോയി കാട്ടിലിട്ടു. അങ്ങനെ വാങ്ങിച്ച സാധനമാണ് ഈ പ്ലമ്മിന്റെ നയാസിനമൈഡ് അല്ലേ, റൈസ് വാട്ടർ ഫെർമെന്റഡ് എക്സ്ട്രാക്ട് ലിക്വറൈസ് സെറം. അടിപൊളിയാ ഗൈസ്. ഷീ സെഡ് ദാറ്റ്സ് ഹെർ റിവ്യൂ. ഓക്കെ, ഇനി എന്തുവാ? ഓക്കെ, ഇറ്റ്സ് കോൾഡ് റിക്വിൽ അല്ലേ? എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? റിക്വിൽ ഗൈസ്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിഞ്ഞൂടാ. ഷീ സെയിങ് റഖേൽ. ഐ സേ റിക്വിൽ. എനിക്ക് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ അറിഞ്ഞൂടാ ഗൈസ്. കാണാമോ? ഇത് ആക്ച്വലി ഐ ഡോണ്ട് യൂസ് റെറ്റിനോൾ ബിക്കോസ് റെറ്റിനോൾ ഞാൻ സെറംസ് റെറ്റിനോൾ ഉപയോഗിക്കാറേ ഇല്ല. അപ്പം ഐ വോണ്ട് ഗിവ് എ ട്രൈ റെറ്റിനോൾ ക്രീം ആസ് വെൽ ആസ് സെറം. അതുകൊണ്ട് ഞാൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ റെറ്റിനോൾ പെപ്റ്റൈഡ് സെറം, ഇതിൻ്റെ അകത്ത് ഒരു ലോ പെർസെൻറ്റേജ് ഓഫ് സെറമാണ്. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു ഐ ട്രൈ വിത്ത് ദിസ്. ഇത് ക്രീമും ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ റെറ്റിനോൾ സെറമാണ്. കണ്ടോ? ഞാൻ ഉപയോഗിക്കാത്ത എൻ്റെ സ്കിൻ കെയറിൽ വരാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് റെറ്റിനോള്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ, അപ്പോൾ ഐ വോണ്ട് ഗിവ് ഇറ്റ് എ ട്രൈ ബിക്കോസ് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ട്രൈ ആണ്. ഇതാണ് റെറ്റിനോൾ. ഇഫ് ഐ ആസ്ക് ഹർ വാട്ട് ഇസ് റെറ്റിനോൾ ഷീ ഡസൻറ്റ് നോ. അതുകൊണ്ട് ഞാൻ ചോദിക്കണില്ല, വെറുതെ നാണക്കേടണ്ട. ഓക്കെ, ഇത് കാണിച്ചേ, കാണോ? ഇതും എനിക്കറിയാം. ഹെയർ ഗ്രോത്ത് സെറം. യെസ്, ഇതും വിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സിറമാണ്. ഇതും ഐ ബോട്ട് ഇറ്റ് ബിക്കോസ് ഓഫ് ദ റിവ്യൂ. ഒരുപാട് പേര് നൈക്കയിൽ, ഇഫ് യു ഗോ ടു ദാറ്റ് ആപ്പ്, ആ പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ താഴെ എടുത്ത് വായിച്ചു നോക്കും, തന്നെ യു ക്യാൻ സി എ ലോഡ് ഓഫ് റിവ്യൂസ്. ഒത്തിരി പേര് അതിൻ്റെ നല്ല റിവ്യൂസ് ഉണ്ടോ ചീത്ത റിവ്യൂസിന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല റിവ്യൂസ് ഉള്ള ഒരു സാധനമാണ്. അതും ഒരുപാട് പേർക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ്. അപ്പം എനിക്കും ട്രൈ ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ് അടുത്ത്. നമുക്ക് കുറച്ച് സാധനം കൂടെ ഉള്ളൂ. ദിസ് ഐ ഗോട്ട് ഫ്രീ. ഇത് ആക്സിസ് വൈയുടെ ഫിസിക്കൽ സൺസ്ക്രീൻ ആണ്. ഇത് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ഇനി അടുത്ത നൈക്കയുടെ ഹോളിൽ ഞാൻ വാങ്ങിക്കുന്നതായിരിക്കും. ബിക്കോസ് ദേ ഗേവ് ഇറ്റ് ആസ് എ ഫ്രീ. പക്ഷെ എനിക്ക് ഈ സാധനം എൻ്റെ കാർട്ടിലുണ്ട്, പക്ഷെ ഫ്രീ ആയിട്ട്
ഭയങ്കര പൈസ അല്ല, ഇറ്റ്സ് അറൌണ്ട് 1500 മേ ബി. ഒരു സൺസ്ക്രീൻ എന്ന നിലയിൽ ഇറ്റ് മൈറ്റ് ബി എക്സ്പെൻസീവ്. ഇതിലും അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഉള്ളപ്പം ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആ സൈഡ് നോക്കുമ്പോൾ. ഇനി ഇതെന്താ, ഓക്കെ, ദിസ് ഈസ് മൈ തേർഡ് ട്യൂബ് ഓഫ് ദിസ്, തേർഡ് ബോട്ടിൽ ഐ ഗെസ്. ഇത് ഓർഡിനറിയുടെ HA 30%, PHA 2% പീലിംഗ് സൊല്യൂഷൻ ആണ്. ഇതെൻ്റെ തേർഡ് ബോട്ടിലാണ് ഈ സാധനം. ആൻഡ് സോ ഫാർ ദ പ്രൊഡക്റ്റ് ഇസ് ഡാം ഗുഡ് ഇഫ് യു ഹാവ് ആക്നെ പ്രോൺ സ്കിൻ. നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഫേസ് എക്സ്ഫോലിയേറ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ട്രൈ. പിന്നെ ഇതിൻ്റെ പെർസെൻറ്റേജ് കുറച്ച് കൂടുതലായിട്ട് HA 30 അത്രയും വേണ്ട, ഇത് കുറച്ച് പെർസെൻറ്റേജ് കൂടുതലായിട്ടുള്ള സാധനമാണ്. ഇതിലും കുറഞ്ഞ പെർസെൻറ്റേജ് ഉള്ള ബ്രാൻഡ്സ് ഉണ്ട്, എനിക്കൊന്ന് ഡെർമാക്കോ ഒക്കെ ഉണ്ട്. അപ്പം ഇത് എനിക്ക് പേഴ്സണലി എൻ്റെ നല്ല മുഖക്കുരു വരുന്ന സ്കിന്നിന് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഐ യൂസ്ഡ് ഇറ്റ് വൺസ്, പിന്നെ ട്വൈസ്. ഇത് ആഴ്ചയിൽ 2 ദിവസം അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുള്ളൂ, 10 minutes ഇടുക അങ്ങനെ. പക്ഷെ ഗൈസ് ദിസ് വർക്ക്സ് ലൈക്ക് മാജിക്. അത്ര ഇതെൻ്റെ തേർഡ് ട്യൂബാണ്. എൻ്റെ സെക്കൻഡ് ട്യൂബ് ബോട്ടിൽ തീരാറായതുകൊണ്ടാണ് ഞാനിത് റീസ്റ്റോക്ക് ചെയ്ത സാധനമാണ് ദിസ് വൺ. ആൻഡ് ഓക്കെ, ആൻഡ് ടോക്കിംഗ് അബൌട്ട് വിഷ് കെയർ, ദിസ് ഈസ് ഓൾസോ മൈ റീസ്റ്റോക്ഡ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഇതായിരുന്നു എൻ്റെ കയ്യിൽ ഇരുന്നത്, അത് തീർന്നു. ഇങ്ങനെ തോണ്ടിയാണ് വിഷ് കെയറിൻ്റെ ലിപ് ബാം. ഇത് ഞാൻ തോണ്ടി എടുത്തോണ്ടിരിക്കുന്ന സാധനമായിരുന്നു. അപ്പൊ ഇതിന്റെ ട്വിന്നായിട്ട്, ഐ മീൻ യു ഗെറ്റ് ബോത്ത് ഇൻ 1, 2 in 1 അങ്ങനല്ലേ പറയുന്നത്? ബൈ 1 get 1 അല്ല, 2 in 1. ബൈ 1 get 1 ഫ്രീ അല്ല, കോംബോ ഓഫർ ആയിരുന്നു. അപ്പൊ കോംബോയിൽ ഞാൻ വാങ്ങിച്ച സാധനമാണിത്. ഇത് ഒരെണ്ണം തീർന്നിട്ട് ഐ ബോട്ട് ദ അതർ വൺ വിച്ച് ഇസ് വൺ ഇസ് ഇത് ഒന്ന് ടിൻഡഡും ഒന്ന് നാച്ചുറലും. ഐ വാസ് ഹാവിങ് ദ ടിൻഡഡ് വൺ, അത് തീർന്നു. അപ്പം ഐ തോട്ട് ലൈറ്റ് ടിൻഡ് ആണ്, പക്ഷേ വൺ ഇസ് ടിൻഡഡ് ആൻഡ് വൺ ഇസ് നോട്ട് ഈവൻ ടിൻഡഡ്. ഇറ്റ്സ് റിട്ടൺ, അത് നല്ല രസമുണ്ട്. ഇറ്റ്സ് റിട്ടൺ ഓപ്പൺ വിത്ത് എ സ്മൈൽ. എവിടെ? ബാക്കിൽ. അത് ഞാൻ കണ്ടില്ല. ഇറ്റ്സ് റിട്ടൺ ഓപ്പൺ വിത്ത് എ സ്മൈൽ. ദാറ്റ്സ് ദാറ്റ്. ഇനി നമ്മുടെ ലാസ്റ്റ് ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റ് ഇതും കൂടി ഉള്ളൂ. സം ബൈ പറഞ്ഞപ്പോൾ തെറ്റുപോയി. സം ബൈ മൈ അങ്ങനെ ഞാൻ സംബയ മൈ മീ അങ്ങനെ എന്തോ പറയുന്നത്. ദിസ് ഈസ് ഓൾസോ എ കൊറിയൻ ബ്രാൻഡ്. ഇപ്പം ഇതിൻ്റെ അകത്ത് കാണിച്ചൊരു ഭൂരിഭാഗം സാധനങ്ങൾ കൊറിയൻ ബ്രാൻഡ്സ് ആണ്. ഇത് റെറ്റിനോൾ ഇൻറ്റൻസ് അഡ്വാൻസ് ട്രിപ്പിൾ ആക്ഷൻ ഐ ക്രീമാണ്. ദർ ആർ ലോഡ് ഓഫ് ഐ ക്രീം. ദീസ് ആർ നോട്ട്, ഇത് ഒരു അഫോർഡബിൾ ഐ ക്രീം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വോണ്ട് സേ ഇറ്റ്സ് നോട്ട് ആൻ അഫോർഡബിൾ ഐ ക്രീം. പക്ഷേ ഈ സം ബൈ മീ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഐ ഹാവ് ദെയർ ടോണർ ആൻഡ് ഐ ഹാവ് ദെയർ സിറം. ഞാനത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അത്ര അതിനെക്കുറിച്ച് റിവ്യൂ ഒന്നും പറയാൻ അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ടോണറും ഇതിൻ്റെ ഒരു സെറവും എൻ്റെ ഇരിപ്പുണ്ട്. ഇത് ഞാൻ ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ല, ഞാനിങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് കിട്ടിയതിൽ വെച്ചിട്ട് ഈ ഐ ക്രീം ഡാർക്ക് സർക്കിൾസിന് എനിക്ക് പേഴ്സണലി ട്രൈ ചെയ്യണമെന്ന് തോന്നി ഞാൻ വാങ്ങിച്ച അടുത്തെടുത്ത് കാട്ടിലിട്ട ഒരു സാധനം അതാണ്. ആൻഡ് ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ്, ശരി ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ്. ഐ ഗോട്ട് ഇറ്റ് ഫ്രീ ആക്ച്വലി. അതാണ് എൻ്റെ ലാസ്റ്റ് ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റ് അത് മാത്രമേ ഉള്ളൂ അല്ലേ. അതായിരുന്നു എൻ്റെ ലാസ്റ്റ് ഞാൻ വാങ്ങിച്ചത്. ഇത് പ്ലമ്മിൻ്റെ നയാസിനമൈഡ് സിംപ്ലി ബ്രൈറ്റ് ഫേസ് വാഷ് ആൻഡ് ദിസ് കെമിസ്റ്റ് അറ്റ് പ്ലേ ഫേസ് സ്ക്രബ്. ഇത് ഐ തിങ്ക് same Mahi, she is one of my എന്താ പറയാ sister her sister and she is my sister too, so she is on call. അവൾ അറിയാം ഇവളും ചേരും. ശരിയാ, she is the one should be sitting right to me next because അവൾക്ക് കുറച്ചും കൂടി ഇതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു എന്താ പറയാ ധാരണ വിവരമൊക്കെ ഉള്ള കുട്ടിയാ. നീ എടുത്തോളാം. അങ്ങനെ നമ്മൾ ടോപ്പിക്ക് പറഞ്ഞില്ല, അതിനിടയ്ക്ക് കോൾ വന്നു ഗൈസ്. അപ്പൊ ഇത് അവർ തന്ന ഫ്രീ, ഐ മീൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചതിൽ എനിക്ക് ഫ്രീ കിട്ടിയത് ഇത് കോസാറക്സിന്റെ ഒരു പാച്ചോ ഇതാണ് എനിക്ക് ഫ്രീ കിട്ടിയ സാധനങ്ങളാണ്. ഇത്രയും വാങ്ങിച്ചതിൽ ഇതാണ് അവർ തന്ന ആകെയുള്ള നൈക്കയിൽ ഉള്ള ഫ്രീ. ഓക്കെ, ദാറ്റ്സ് എംപ്റ്റി ബോക്സ്. അപ്പൊ നൈക്കയുടെ
ഹോൾ ഇവിടെ തീരുകയാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇത് ഉപയോഗിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്, ഉപയോഗിച്ചത് കുറേ സാധനങ്ങളുണ്ട്, ആൻഡ് ഒത്തിരി പേര് റെക്കമെൻഡ് ചെയ്തിട്ട് വാങ്ങിച്ച സാധനങ്ങളുണ്ട്, എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളും കൊണ്ട് വാങ്ങിച്ച കുറേ സാധനങ്ങളുണ്ട്. മേഘ റെക്കമെൻഡ് ചെയ്ത സാധനമുണ്ട്. ഓ, അതിൻ്റെ ഇടയ്ക്ക് കൂടി അവള് റെക്കമെൻഡ് ചെയ്ത സാധനം കൂടിയുണ്ട്. അപ്പം ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി. പക്ഷേ എന്തൊക്കെയായാലും ഇനി വരുന്ന ഷോർട്സിൽ ഞാൻ ഇതിൻ്റെയൊക്കെ റിവ്യൂ, അല്ലെങ്കിൽ ഇത് കാണുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ടു പുട്ട് എ കമൻറ്റ് ഡൗൺ ബിലോ. സോ യു ക്യാൻ പുട്ട് എ കമൻറ്റ് ഡൗൺ. സോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ നൈക്കയുടെ പിങ്ക് ഫ്രൈഡേ വാലന്റൈൻസ് ഡേയുടെ ഹോൾ വീഡിയോ. സോ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. സീ യു ഇൻ എ വെരി ലോങ് വീഡിയോ എന്ന് ഞാൻ പറയില്ല, നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.